അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നിട്ടുള്ളത്, ഒരു ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സീറോ എക്സ്പെൻസ് ആർട്ടാണിത്. ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിൽ 2 ബോൾസ് ഇരിക്കുന്നത് പായൽ പന്തുകൾ അല്ലെങ്കിൽ കോക്കോഡെമ എന്ന് പറയട്ടോ. ആക്ച്വലി ഇതൊരു ജാപ്പാനീസ് ആർട്ടാണ്, ജാപ്പാനീസ് ഗാർഡൻ ആർട്ട് എന്നൊക്കെ പറയട്ടോ. നമ്മുടെ വീട് നല്ല ഭംഗിയിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഈ ആർട്ട്. ആക്ച്വലി ഇത് ഞാൻ മുട്ടയുടെ തോടിൽ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. ഇതിൻ്റെ അകത്ത് മുട്ടത്തോടിൽ മണ്ണ് നിറച്ചിട്ടാണ് മുകളിൽ ഞാൻ പായൽ കെട്ടി വെച്ചിരിക്കുന്നത്. ഈ കോക്കോഡെമ എന്ന് പറയുന്നത് പായൽ മണ്ണിനെ കവർ ചെയ്ത് വയ്ക്കുന്ന നല്ലൊരു ബോൾസാണ്. നമുക്ക് പായൽ പന്തുകൾ എന്നൊക്കെ പറയാം കേട്ടോ. കണ്ടോ, ഇതുപോലെയുള്ള പായൽ പന്താണിത്. ഇതിൻ്റെ വെറൈറ്റി ആയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെടികളൊക്കെ നടാം കേട്ടോ. ഇങ്ങനെ ചെടി നട്ടാണ് ചെറിയൊരു തൈ കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നട്ടെടുത്താണ്. ഞാൻ ഇതുപോലെ 2-3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ? ഞാൻ 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തേത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സക്സസ് ആയി. അപ്പോൾ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോഴാണ് നിങ്ങളുമായിട്ട് ഈ ആർട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സീറോ എക്സ്പെൻസ് ആർട്ടാട്ടോ ഇത്. കാരണം വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ടാണ്. ഞാൻ അധികമായിട്ട് ഇതിന് വേണ്ടിയിട്ടൊന്നും പർച്ചേസ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഞാനിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇത് വേണമെങ്കിൽ ഹാങ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ നല്ല പോട്ടിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്ലോറിൽ വയ്ക്കാം. കുറച്ച് പരന്ന പോട്ടിൽ ഇതുപോലെ ഇങ്ങനെ അടുക്കി വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു മരത്തിൻ്റെ പീസിലാട്ടോ വെച്ചിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയില്ലേ ഇത്. അപ്പോൾ എന്നും ഞാൻ റെസിപ്പി ആയിട്ടാണ് വരാറ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വീടിൻ്റെ അകം ഒന്ന് ഭംഗിയാക്കി വെക്കാം. നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ഈ പായൽ പന്ത് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് കണ്ടില്ലേ, ഞാൻ മുട്ടത്തോടിൽ ഉണ്ടാക്കിയതാണ്. മുട്ടത്തോടിൽ മണ്ണ് നിറച്ചിട്ട് ഈ ചെറിയ ചെടി, ഈ ചെടിയുടെ ചെറുതാട്ടോ, അത് തയ്യാണിത്. അപ്പോൾ ഇത് ഞാൻ നട്ട് വെച്ചിരുന്നതാണ്. വേറെ പോട്ടി മിക്സിലോട്ട് മാറ്റിയിട്ട് ഫ്ലവർ പോട്ടിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ വെറുതെ അതിൻ്റെ മുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നിയതാണ്. നല്ല ഭംഗിയിലാണ്. അതുപോലെ തന്നെ ഇവിടെ 2 പായൽപ്പന്തുകൾ ചെറുത് ഫ്ലവറൊന്നും ഇല്ലാതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ആ പ്ലാന്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് സാധാരണ ചട്ടിയിലും മണ്ണിലൊക്കെ വളരുന്ന ഒരു ചെടി എടുത്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ പായൽ പന്തുകൾ സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ ക്ലോത്ത് എടുക്കണം കേട്ടോ. ഇനി പച്ച കളർ ക്ലോത്ത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. ഇത് ഞാൻ സീറോ എക്സ്പെൻസിൽ ചെയ്യുന്നതാട്ടോ. അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നമ്മുടെ പന്ത് പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റിയ രീതിയിലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സിസേഴ്സിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ. അടുത്തതായിട്ട് നൂലെടുത്തിട്ടുണ്ട്. നൂലെടുക്കുമ്പോൾ പച്ച കളർ തന്നെ എടുക്കണം കേട്ടോ. കാരണം ഈ ബോളിൻ്റെ മുകളിൽ നമുക്ക് നൂല് ചുറ്റിയെടുക്കണം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, നൂല് നന്നായിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ പച്ച കളർ തന്നെ എടുത്താലേ ഉള്ളൂ. ഇനി കളർ മാറിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇങ്ങനത്തെ നൂലാണെന്ന്. ഇനി ഇതെല്ലാം ഹാങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഇരുമ്പിൻ്റെ നല്ല കനം കുറഞ്ഞ കമ്പി കിട്ടും. ആ കമ്പിയുടെ വേണം ഒന്ന് ചുറ്റി വെച്ചിട്ട് നമുക്ക് അതിലോട്ട് കയറ് കെട്ടിയിട്ട് ഹാങ് ചെയ്ത് വയ്ക്കാം. ഞാനിത് ഹാങ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കണം. അത് നമുക്ക് ചെടി കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടത് 1:1:1 റേഷ്യോയിൽ മണ്ണ്, ചകിരിച്ചോറ്, അതുപോലെ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് എടുക്കാം. അങ്ങനെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പായലാണ്. ഇത് ചെരിഞ്ഞ സ്ഥലത്താട്ടോ ഈ പായലുകളുള്ളത്. കത്തി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് കളക്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കളക്ട് ചെയ്യണം. ഇത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് പായലുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തികയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ വന്നിട്ട് വീണ്ടും എടുക്കുക. എന്തായാലും ഇഷ്ടംപോലെ പായലുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ പായൽ പന്തുകൾ പ്ലെയിനായിട്ട് നല്ല ബോളാക്കിയിട്ട് ചെയ്യാട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ. എന്നാൽ അതിന് പകരമായിട്ട് അതിൻ്റെ അകത്ത് ചെടികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആക്കിയിട്ടും എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചെടിയായിട്ടോ എടുക്കുന്നത്. നമ്മുടെ പന്തിൻ്റെ അകത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെടിയുടെ കമ്പ് മുറിച്ചെടുത്തിരിക്കുകയാണിത്. ഫ്ലവറൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. ഇതിന് കുറേ ലീവ്സൊക്കെ ഉണ്ട്. ഈ ഒറ്റൊരു ലീഫ് വയ്ക്കുന്നുള്ളൂ കേട്ടോ. ഈ 2 എണ്ണം അങ്ങ് മുറിച്ച് മാറ്റാം. ഇങ്ങനെ ആകുമ്പോൾ കാണാൻ കൂടെ ഒന്നുകൂടെ ഇതുണ്ട്. വേണമെങ്കിൽ ഈ ലീഫ് മുറിച്ച് മാറ്റാം കേട്ടോ. പക്ഷെ ഒരെണ്ണം ഇരിക്കട്ടെ, അതല്ലേ നല്ലത്. അപ്പോൾ നമ്മുടെ പായൽപ്പന്ത് ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാനിവിടെ പേപ്പർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കാരണം നിറയെ മണ്ണ് ഇതൊക്കെ ആകുമല്ലോ. മണ്ണൊന്നും ടേബിളിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കോട്ടൻ്റെ തുണി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നനവോട് കൂടിയിട്ടുള്ള മിക്സ് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ മിക്സ് ഈ തുണിയിലോട്ട് മാറ്റിയാണ്. വേണമെങ്കിൽ ഉരുട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. നല്ല നനവുണ്ട് കണ്ടില്ലേ. തുണിയൊക്കെ നനഞ്ഞു ഇപ്പോൾ തന്നെ. ഇത്ര പണിയേ ഉള്ളൂ. കയ്യിൽ വെച്ചിട്ട് ഉരുട്ടേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ ചെടി കുഴിച്ചിട്ടുണ്ടേ. നമ്മൾ ചെടി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ വയ്ക്കാനേ. ഇത് നന്നായിട്ട് തന്നെ ഒരു ബോൾ പോലെയൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. ഇനി കോട്ടൻ്റെ ക്ലോത്ത് വേണമെന്നില്ല. ഇതുപോലെയുള്ള കോട്ടൻ്റെ നമുക്ക്
ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ബാഗ് ഉണ്ടല്ലോ, ക്യാരി ബാഗ്, അത് ഉപയോഗിക്കാം നമുക്ക്. കറക്റ്റായില്ലേ, നല്ല ബോളായി അടിഭാഗം. ഇനി നമുക്കിത് കെട്ടി വെക്കണം കേട്ടോ. കറക്റ്റ് കെട്ടി വെച്ചിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടത്. ഇത് ഹാങ് ചെയ്യാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ കെട്ടുന്ന സമയത്ത് വേണം കമ്പി വെച്ചിട്ട് ചുറ്റാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഹാങ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ചിട്ട്, തുണിയോ അല്ലെങ്കിൽ കയറോ ഉപയോഗിച്ചിട്ട് കെട്ടുകയാണ്. ഞാൻ ഈ ക്ലോത്തിൻ്റെ തന്നെ ഒരു പീസ് എടുത്തിരിക്കാം കേട്ടോ, അത് ഉപയോഗിച്ചിട്ട് കെട്ടുകയാണ്. അപ്പോൾ ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ ക്ലോത്ത്, അധികമുള്ള ക്ലോത്ത് ഇങ്ങനെ താഴ്ത്തി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇങ്ങനെ താഴ്ത്തി വെക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടുമല്ലോ. അതല്ലെങ്കിൽ മുറിച്ച് മാറ്റാം. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ വീണ്ടും വേറെ ഒരെണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് റീയൂസ് ചെയ്യാം ഈ ബാക്കിയുള്ള പീസ് കൂടെ. ഞാൻ എന്തായാലും മുറിച്ചെടുക്കാം കേട്ടോ, കാരണം എനിക്ക് ഇനിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്ലോത്താണ്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് വേസ്റ്റ് ചെയ്യുന്നില്ല, ഇത് മുറിച്ചെടുക്കുകയാണേ. നമ്മുടെ ക്ലോത്ത് ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നൂല് ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്, ഒരു ഫിനിഷിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാട്ടോ. അത് ഈ നേരത്തെ പോലെ അത്രയും ഫിനിഷിങ് കിട്ടില്ല, ഒരു ബോളായിട്ടൊക്കെ കിട്ടണ്ടേ. ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കാം നൂല് ഉപയോഗിച്ചിട്ട് തന്നെ. ഫ്രണ്ട്സ്, നൂലൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മണ്ണ്, അപ്പോൾ അതിന് മുകളിൽ ഇതിൻ്റെ ചെടിയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഓരോ പായലെടുക്കാം. എന്നിട്ട് ഈ പായൽ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം കേട്ടോ വേണ്ടത്. ഞാൻ ഇതുവരെ ചെയ്തത് ഇങ്ങനെ ഓരോ സൈഡിൽ മുഴുവനായിട്ട് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ചുറ്റിയെടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ കുറേശ്ശായിട്ട് വയ്ക്കാം. ഒരു സൈഡ് ആദ്യം കവർ ചെയ്യാം, അതിന് ശേഷം അടുത്ത സൈഡിലോട്ട് പോകാം. നമുക്ക് നൂല് ഉപയോഗിച്ചിട്ട് ചുറ്റാൻ എത്രത്തോളം കഴിയുമോ അത്രയും പായൽ വെച്ചിട്ട് വേണം കേട്ടോ ചുറ്റിയെടുക്കാൻ. ഇപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ചെറുതാട്ടോ. ഞാനിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇത് കണ്ടില്ലേ, ഇതൊന്നുകൂടെ വലുതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ചിട്ട്, ഈ പായൽ വെച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പച്ച കളർ നൂലുണ്ടല്ലോ, ഈ നൂലെടുത്തിട്ട് ഈ പായലിനെ കവർ ചെയ്തിട്ട് ചുറ്റിയെടുക്കണം. ഈ പായലിനെ ഇവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 1-2 ചുറ്റാം. അപ്പോൾ ആ പായൽ അവിടെ ഫിക്സ് ആവും. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ സൈഡ് നമ്മൾ ക്ലിയർ ചെയ്തു, കണ്ടില്ലേ, നമ്മുടെ ഈ സൈഡ് പായൽ വെച്ചിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് വയ്ക്കാം. പായലൊക്കെ നമുക്ക് വലിയ പായൽ ഇട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ. പക്ഷെ ഇത് ഞാൻ സിമെൻറ്റിൽ പിടിച്ച് പായലായതുകൊണ്ട് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാലും ആ പായൽ ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ പായൽ പന്തുകൾ ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത റോ വെച്ചില്ലേ. ഇനി ഇതിനെ ഞാൻ നൂലുകൊണ്ട് കവർ ചെയ്യാനേ. നൂല് വെച്ചിട്ട് കറക്റ്റ് ചുറ്റിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പായലുകൾ അടർന്നു വരും. പിന്നെ ഒന്ന് ഫിക്സായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോഴേക്കും നമ്മുടെ നൂലിൻ്റെ മുകളിൽ കൂടെയൊക്കെ പായൽ വളർന്നോളൂ. ഇതുപോലെ നമ്മുടെ പന്ത് നമുക്ക് മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അടിഭാഗമാണ് ചെയ്യേണ്ടത്. നമ്മുടെ മുകൾ ഭാഗം മുഴുവൻ ചെയ്തു, ഇനി അടിഭാഗം കൂടെ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ സൈഡ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. ഈ പച്ച നൂല് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇതാട്ടോ, പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ നൂലിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ പായൽ വളർന്നോളൂ. ഇനി നമുക്ക് വീണ്ടും പായൽ വെച്ച് ഫിക്സ് ചെയ്തിട്ട് നൂല് ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇനി ഈ ബോൾ ഫിനിഷ് ചെയ്യാം. അങ്ങനെ നമ്മൾ പായൽ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോൾ. നമുക്കിത് ഫിനിഷ് ചെയ്യാം അല്ലേ, ഫിനിഷിങ് വർക്ക് ചെയ്യാം. ജസ്റ്റ് 1-2 ചുറ്റൂടെ നൂല് ചുറ്റിയതിന് ശേഷം നമുക്ക് നൂല് കെട്ടി വയ്ക്കാം. ഇനി നമുക്കിത് നനച്ചെടുക്കുന്നത് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. വെള്ളം ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി വീക്ക്ലി വൺസ് വേണമെങ്കിൽ ഇത് വെള്ളത്തിൽ മുക്കി വയ്ക്കാം. ഇനി വേണമെങ്കിൽ ഈ വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫെർട്ടിലൈസർ ആഡ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പായലുകളൊന്നും നന്നായിട്ട് വളർന്നിട്ട്, അതുപോലെ നമ്മുടെ ചെടിയൊക്കെ നന്നായിട്ട് വളർന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പായൽ ബോൾസിനെ കീപ്പ് ചെയ്യാൻ കഴിയും കേട്ടോ. അതിന് ഫ്രണ്ട്സ്, നമ്മുടെ പായൽ പന്തിൻ്റെ ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ല, കാണാൻ നല്ല ബോളായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ചെടിയൊക്കെ തിരിയാൻ നട്ടിട്ടുണ്ട്. കൊള്ളാല്ലേ. അങ്ങനെ ഫ്രണ്ട്സ്, എൻ്റെ പായൽ പന്ത് ഇഷ്ടമായില്ലേ എല്ലാവർക്കും? നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ. പെട്ടെന്ന് ഞാനിപ്പോൾ ഒരുപാട് എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 6-7 എണ്ണത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ. ഇങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആർട്ടിഫിഷ്യൽ അല്ലാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പതി കേട്ടോ നമ്മുടെ ഈ പായൽ പന്ത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇത് ഉണ്ടാക്കിയ രീതി? വളരെ ഈസി ആയിട്ട്, അതുപോലെ ഒരു എക്സ്പെൻസും ഇല്ല. വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന ഐറ്റംസ് മാത്രമാട്ടോ ഞാൻ ഇതിലോട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പായൽ കിട്ടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീടിനെ നല്ല ഭംഗിയുള്ളതാക്കി മാറ്റാം.
ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല ആർട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.